Hi everyone, welcome to my class. In today's class, I am going to discuss about the preparation, properties and structure of glucose. What are the properties of glucose? Glucose is sweet crystalline solid. Crystalline solid. It is soluble in water. It is dextrorotatory. We know that carbohydrates are optically active and this glucose is dextrorotatory. So, it is also known as dextrose. Glucose is also called as dextrose because glucose is dextrorotatory. Then it is aldohexose. എന്താണ് aldohexose കൊണ്ട് ഉദ്ദേശിക്കുന്നത്? Hexose. Hexose means this carbohydrate contains 6 carbon atom. Aldo means glucose contains an aldehyde functional group. Okay. These are the properties of glucose. Then preparation of glucose. First method from sucrose. When sucrose is boiled with dilute HCl or H2SO4 in alcoholic solution, we get glucose and fructose. എങ്ങനെയാണ്? By boiling sucrose with dilute HCl or H2SO4 in alcoholic solution, we get glucose and fructose. Second method from starch. It is the commercial method of preparation of glucose. That is by the hydrolysis of starch. It is done by boiling starch with sulfuric acid at 393 Kelvin under pressure. That is 2 to 3 atmospheric pressure. Starch is boiled with sulfuric acid at 393 Kelvin under pressure. We get glucose. Starch is C6H10O5 N times. Starch is C6H10O5 N times. Okay. Structure of glucose. What is the molecular formula of glucose? C6H12O6. C6H12O6. ഇല്ലേ? നമുക്ക് ഗ്ലൂക്കോസിന് രണ്ട് രീതിയിൽ രണ്ട് സ്ട്രക്ചറുകളുണ്ട്. ഓപ്പൺ സ്ട്രക്ചറും ഉണ്ട്, ക്ലോസ്ഡ് സ്ട്രക്ചറും ഉണ്ട്. അപ്പൊ ആദ്യം നമുക്ക് ഓപ്പൺ സ്ട്രക്ചറിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഗ്ലൂക്കോസിന്റെ ഓപ്പൺ സ്ട്രക്ചർ ആണ് CHOH 4 times CH2OH. അല്ലേ? ഇത് എന്താണ്? ഗ്ലൂക്കോസിന്റെ ഓപ്പൺ സ്ട്രക്ചർ ആണ്. ഈ സ്ട്രക്ചറിലേക്ക് നോക്കിയേ, എന്തൊക്കെ കാണാൻ കഴിയും നമുക്ക്? എത്ര കാർബൺ ആറ്റമുണ്ട്? 6 കാർബൺ ആറ്റമുണ്ട്. ഈ 6 കാർബൺ ആറ്റങ്ങളും എങ്ങനെയാണ്? സ്ട്രെയിറ്റ് ചെയിൻ ആയിട്ടാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. ഇല്ലേ? 6 കാർബൺ ആറ്റവും സ്ട്രെയിറ്റ് ചെയിൻ ആണ്. ഒന്നാമത്തെ കാര്യം നമുക്ക് മനസ്സിലാകുന്നതാണ്. പിന്നെന്ത് മനസ്സിലാക്കാൻ കഴിയുന്നു? ഇതിനകത്തെ ഫങ്ഷണൽ ഗ്രൂപ്പ് ഏതാണ്? CHO, ആൽഡിഹൈഡ് ഫങ്ഷണൽ ഗ്രൂപ്പ് ആണെന്ന് മനസ്സിലായി. ഇല്ലേ? ഇനി ഇതിൽ എത്ര OH ഗ്രൂപ്പുകളുണ്ട്? 4 1 5 OH ഗ്രൂപ്പുകൾ ഉണ്ടെന്ന് മനസ്സിലായി. ഈ 5 OH ഗ്രൂപ്പുകളിൽ ഒരു OH ഗ്രൂപ്പ് എന്ന് പറയുന്നത് പ്രൈമറി OH ഗ്രൂപ്പും ആണ്. അല്ലേ? അപ്പൊ എന്തൊക്കെയാണ് ഈ ഓപ്പൺ സ്ട്രക്ചറിൽ നിന്ന് നമുക്ക് ഇപ്പോൾ മനസ്സിലാകുന്നത്? 6 കാർബൺ ആറ്റമുണ്ട്. ഈ 6 കാർബൺ ആറ്റവും സ്ട്രെയിറ്റ് ചെയിനിൽ അറേഞ്ച് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഫങ്ഷണൽ ഗ്രൂപ്പ് CHO ആണ്. പിന്നെന്ത് മനസ്സിലായി? 5 OH ഗ്രൂപ്പുകളുണ്ട്. അതിൽ ഒരു OH ഗ്രൂപ്പ് എന്ന് പറയുന്നത് പ്രൈമറി കാർബണുമായി ജോയിൻ ചെയ്തിരിക്കുന്നു. ഇല്ലേ? അപ്പൊ ഇത്രയാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. നമുക്കിനി എങ്ങനെയാണ് ഈ സ്ട്രക്ചർ അസൈൻ ചെയ്ത് കൊടുക്കപ്പെട്ടിരിക്കുന്നത് എന്ന് നോക്കാം. നമുക്ക് ഈ പറയുന്ന റിയാക്ഷനുകളിൽ നിന്നാണ് ഇതാണ് അതിന്റെ ഓപ്പൺ സ്ട്രക്ചർ എന്ന് മനസ്സിലായത്. അപ്പൊ എന്തൊക്കെ റിയാക്ഷനുകളാണ് എന്ന് നമുക്ക് നോക്കാം.
First reaction, when glucose is heated with hydrogen iodide, that is prolonged heating ആണ്. ഹൈഡ്രജൻ അയഡൈഡ് we get normal hexane. ഹൈഡ്രജൻ അയഡൈഡുമായി ഹീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? നോർമൽ ഹെക്സെയിൻ. നോർമൽ ഹെക്സെയിന്റെ പ്രത്യേകത എന്താണ്? 6 കാർബണാറ്റങ്ങളും സ്ട്രെയിറ്റ് ആണ്, ഇല്ലേ? അപ്പൊ 6 കാർബണാറ്റങ്ങൾ എങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കണം? ഗ്ലൂക്കോസില സ്ട്രെയിറ്റ് ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കണമെന്ന് നമുക്ക് മനസ്സിലാകും. ഓക്കെ, then second reaction, when glucose is treated with hydroxylamine, we get oxime. When glucose is treated with hydroxylamine, we get oxime. Also, when glucose is treated with hydrogen cyanide, we get cyanohydrin. ഹൈഡ്രജൻ സയനൈഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുന്നത്? സയനോഹൈഡ്രിൻ കിട്ടുന്നു. ഈ 2 റിയാക്ഷനുകളും ഇല്ലേ? ഏതൊക്കെ? ഹൈഡ്രോക്സിലമീനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഓക്സൈൻ കിട്ടുന്നു, ഹൈഡ്രജൻ സയനൈഡുമായി റിയാക്ട് ചെയ്യുമ്പോൾ സൈനോഹൈഡ്രജൻ കിട്ടുന്നു. ഈ 2 റിയാക്ഷനുകളും കാർബണൈൽ ഗ്രൂപ്പ് ഉണ്ട് എന്നതിന്റെ തെളിവാണ്. അപ്പൊ ഈ 2 റിയാക്ഷനിൽ നിന്നും മനസ്സിലാക്കേണ്ടത് ഗ്ലൂക്കോസിൽ CO ഗ്രൂപ്പ് ഉണ്ട് എന്ന് മനസ്സിലായി. അപ്പൊ എന്തൊക്കെ മനസ്സിലായി? 6 കാർബൺ ആറ്റം സ്ട്രെയിറ്റ് ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നു, അതിൽ ഒരു കാർബൺ എന്ന് പറയുന്നത് CO ഗ്രൂപ്പ് ആണ് എന്നും മനസ്സിലായി. ഓക്കെ, then when glucose is treated with bromine water, അപ്പൊ അവിടെ ഓക്സിഡേഷൻ ആണ്, മൈൽഡ് ഓക്സിഡൈസിങ് ഏജന്റ് ആണ് ആരെന്ന് പറയുന്നത്? ബ്രോമിൻ വാട്ടർ എന്ന് പറയുന്നത്. അതായത് ഇവിടെ എന്ത് നടക്കണം? ഗ്ലൂക്കോസിനെ ബ്രോമിൻ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യാന്ന് വെച്ചാൽ അവിടെ എന്ത് നടന്നിരിക്കണം? ഓക്സിഡേഷൻ നടന്നിരിക്കണം. അപ്പോൾ നമുക്ക് ഒരു ആസിഡ് കിട്ടുന്നു, ഗ്ലൂക്കോണിക് ആസിഡ്. 6 കാർബണാറ്റമുള്ള ഒരു ആസിഡ് കിട്ടുന്നു, ഇല്ലേ? അപ്പൊ നോക്കിയേ, ഇവിടെ CHO ഗ്രൂപ്പാണ് എന്തായിട്ട് മാറിയിരിക്കുന്നത്? COH ഗ്രൂപ്പായിട്ട്. അതിന് കാരണം എന്തായിരിക്കും? നമ്മളിവിടെ മൈൽഡ് ഓക്സിഡൈസിങ് ഏജന്റ് ആണ് ഉപയോഗിച്ചത്. അപ്പം മൈൽഡ് ഓക്സിഡൈസിങ് ഏജന്റ് ഉപയോഗിച്ച് നമുക്കൊരു ആസിഡ് കിട്ടണമെങ്കിൽ അവിടെയുള്ള ഫങ്ഷണൽ ഗ്രൂപ്പ് എന്തായിരിക്കണം? CHO ആയിരിക്കണം, ഇല്ലേ? അതിന് തൊട്ട് മുമ്പുള്ള റിയാക്ഷനിൽ നിന്ന് നമുക്ക് മനസ്സിലായി അതിനകത്ത് CO കാർബണൈൽ ഗ്രൂപ്പ് ഉണ്ടെന്ന് മനസ്സിലായി, ഇല്ലേ? അപ്പം കാർബണൈൽ ഗ്രൂപ്പ് എന്ന് വെച്ചാൽ കാർബോഹൈഡ്രേറ്റ് ആയതുകൊണ്ട് ആൽഡിഹൈഡും ആകാം കീറ്റോണും ആകാം. അത് നമുക്ക് മനസ്സിലായില്ല ഈ തൊട്ട് മുമ്പലത്തെ സ്റ്റെപ്പില്. നമുക്ക് മനസ്സിലായത് CO ഗ്രൂപ്പ് ഉണ്ട് എന്ന് മാത്രമാണ്. ഇനി ആ CO ഗ്രൂപ്പ് ഏതാണ്? ആൽഡിഹൈഡ് ആണോ അതോ കീറ്റോൺ ആണോ എന്നാണ് നോക്കുന്നത്. അപ്പൊ അത് CO ഗ്രൂപ്പ് ആൽഡിഹൈഡിലാണോ കീറ്റോണിലാണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? ബ്രോമിൻ വാട്ടറുമായിട്ട് ഓക്സിഡേഷൻ ചെയ്തത്. അപ്പൊ ഓക്സിഡേഷൻ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് എന്താണ്? COH ഗ്രൂപ്പാണ്, ഇല്ലേ? അപ്പൊ അത് COH ഗ്രൂപ്പായി. മൈൽഡ് ഓക്സിഡൈസിങ് ഏജന്റ് ഉപയോഗിച്ചപ്പോൾ അത് COH ഗ്രൂപ്പായി എങ്കിൽ നമുക്ക് ഇവിടെയുള്ള ഫങ്ഷണൽ ഗ്രൂപ്പ് എന്തായിരിക്കണം? CHO ആയിരിക്കണം, ഇല്ലേ? ആൽഡിഹൈഡിനെയാണ് നമുക്ക് വേഗം ആസിഡ് ആയിട്ട് ഓക്സിഡൈസ് ചെയ്യാൻ പറ്റുന്നത്. മൈൽഡ് ഓക്സിഡൈസിങ് ഏജന്റ് മതി. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? ഇവിടെയുള്ള കാർബണൈൽ ഗ്രൂപ്പ് ഏത് ഫങ്ഷണൽ ഗ്രൂപ്പിലെയാണ്? ആൽഡിഹൈഡ് ഫങ്ഷണൽ ഗ്രൂപ്പിലാണ് എന്ന് നമുക്ക് മനസ്സിലായി. ക്ലിയർ അല്ലേ? അതായത് ഹൈഡ്രോക്സിലമീനും ഹൈഡ്രജൻ സയനൈഡുമായിട്ടുള്ള റിയാക്ഷനിൽ നിന്ന് നമുക്ക് മനസ്സിലായി അതിൽ ഒരു CO ഗ്രൂപ്പ് ഉണ്ട്. ഇനി നമുക്ക് എന്താണ് അറിയേണ്ടത്? അത് കീറ്റോൺ ആണോ ആൽഡിഹൈഡ് ആണോ എന്നറിയണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ മൈൽഡ് ഓക്സിഡൈസിങ് ഏജന്റായ ബ്രോമിൻ വാട്ടർ ഉപയോഗിച്ചു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ആസിഡ് കിട്ടി. അപ്പോൾ നമ്മൾ എന്ത് മനസ്സിലാക്കണം? അവിടുത്തെ ഫങ്ഷണൽ ഗ്രൂപ്പ് ആൽഡിഹൈഡ് ഫങ്ഷണൽ ഗ്രൂപ്പ് ആണ് എന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ, ദെൻ അടുത്തത് ഗ്ലൂക്കോസിനെ അസറ്റിലേഷൻ ചെയ്തു. അസിറ്റിക് അൺഹൈഡ്രേറ്റ് ഉപയോഗിച്ചു അസറ്റിലേഷൻ ചെയ്തപ്പോൾ കിട്ടിയത് പെന്റാ അസറ്റേറ്റ് ആണ്. പെന്റാ അസറ്റേറ്റ്, അതിന്റെ അർത്ഥം എന്തായിരിക്കണം? 5 OH ഗ്രൂപ്പ് ഉണ്ട് എന്നതായിരിക്കണം. അപ്പം ഗ്ലൂക്കോസ് അസറ്റിലേഷൻ ചെയ്തപ്പോൾ പെന്റാ അസറ്റേറ്റ് കിട്ടണമെങ്കിൽ അവിടെ എത്ര OH ഗ്രൂപ്പ് ഉണ്ടായിരിക്കണം? 5 OH ഗ്രൂപ്പ് ഉണ്ടെന്ന് മനസ്സിലായി. അപ്പൊ എന്തൊക്കെയാണ് നമുക്ക് മനസ്സിലായത്? ഹൈഡ്രജൻ അയഡൈഡുമായി ഹീറ്റ് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായി 6 കാർബൺ ആറ്റം സ്ട്രെയിറ്റ് ആണെന്ന് മനസ്സിലായി. ഹൈഡ്രോക്സിലമീനും ഹൈഡ്രജൻ സയനൈഡുമായിട്ടുള്ള റിയാക്ഷനിൽ നിന്ന് CO ഗ്രൂപ്പ് ഉണ്ടെന്ന് മനസ്സിലായി. പിന്നെ നമ്മള് ബ്രോമിൻ വാട്ടർ ഉപയോഗിച്ച് ഓക്സിഡേഷൻ നടത്തിയപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? അത് ആൽഡിഹൈഡ് ഫങ്ഷണൽ ഗ്രൂപ്പ് ആണെന്ന് മനസ്സിലായി. പിന്നെ നമ്മൾ അസറ്റിലേഷൻ ആണ് നടത്തിയത്. അസറ്റിലേഷൻ നടത്തിയപ്പോൾ പെന്റാ അസറ്റേറ്റ് കിട്ടുന്നു. പെന്റാ അസറ്റേറ്റ് കിട്ടുന്നതിൽ നിന്ന് മനസ്സിലായി അവിടെ 5 OH ഗ്രൂപ്പുകൾ ഉണ്ട് എന്ന് മനസ്സിലായി. ഓക്കെ, ഇനി നമ്മൾ ചെയ്തത്
നമ്മുടെ ഗ്ലൂക്കോസിനെ നൈട്രിക് ആസിഡ് ഉപയോഗിച്ച് ഓക്സിഡേഷൻ നടത്തി. നൈട്രിക് ആസിഡ് ഉപയോഗിച്ച് ഓക്സിഡേഷൻ നടത്തിയപ്പോൾ നമുക്ക് സക്കാറിക് ആസിഡ് കിട്ടി. സക്കാറിക് ആസിഡിന്റെ ഫോർമുല COOH CHOH 4 times COOH. സക്കാറിക് ആസിഡ് കിട്ടി. അതേപോലെ നമുക്ക് തൊട്ട് മുകളിൽ കിട്ടിയ ഗ്ലൂക്കോണിക് ആസിഡ് ഇല്ലേ, ഗ്ലൂക്കോണിക് ആസിഡിനെയും നൈട്രിക് ആസിഡ് ഉപയോഗിച്ച് ഓക്സിഡേഷൻ നടത്തിയാൽ സക്കാറിക് ആസിഡ് കിട്ടുന്നു. അപ്പൊ ഗ്ലൂക്കോസ് നൈട്രിക് ആസിഡ് ഉപയോഗിച്ച് എന്തായി മാറി? സക്കാറിക് ആസിഡ് ആയി മാറി. അതായത് ഒരു OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് പ്രൈമറി കാർബണിലാണെന്ന് മനസ്സിലായി. OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് എവിടെയാണെന്ന് മനസ്സിലായി? പ്രൈമറി കാർബണിലാണ് എന്ന് മനസ്സിലായി. അതുകൊണ്ടാണ് നമുക്ക് എന്ത് കിട്ടിയത്? സക്കാറിക് ആസിഡ് കിട്ടിയത് കേട്ടോ. പ്രൈമറി OH-നെയാണ് നമ്മൾ എന്താക്കി മാറ്റിയത്? COOH ഗ്രൂപ്പായി മാറ്റിയത്. അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലായി? 6 കാർബൺ ആറ്റം സ്ട്രെയിറ്റ് ആയിട്ട് അറേഞ്ച് ചെയ്യുന്നു. എങ്ങനെയാണ് മനസ്സിലായത്? ഹൈഡ്രജൻ അയോഡൈഡുമായി ഹീറ്റ് ചെയ്തപ്പോൾ നോർമൽ ഹെക്സൈൻ കിട്ടി. അപ്പൊ 6 കാർബൺ ആറ്റം സ്ട്രെയിറ്റ് ആയി. പിന്നെ എന്താണ് നമ്മൾ ചെയ്തത്? അതിനകത്ത് CO ഫംഗ്ഷണൽ ഗ്രൂപ്പ്, CO കാർബണൈൽ ഗ്രൂപ്പ് ഉണ്ടെന്ന് മനസ്സിലായി. എങ്ങനെയാണ് മനസ്സിലായത്? ഹൈഡ്രോക്സിൽ അമീനും ഹൈഡ്രജൻ സയനൈഡുമായി റിയാക്ട് ചെയ്തപ്പോൾ നമുക്ക് സൈനോഹൈഡ്രൻ കിട്ടി. അതിൽ നിന്ന് CO ഗ്രൂപ്പ് ഉണ്ടെന്ന് മനസ്സിലായി. ഇനി ആ CO ഗ്രൂപ്പ് ആൽഡിഹൈഡിന്റെ ആണോ കീറ്റോണിന്റെ ആണോ എന്ന് നോക്കണം. അതിനുവേണ്ടി എന്ത് ചെയ്തു? മൈൽഡ് ഓക്സിഡൈസിംഗ് ഏജന്റ് ഉപയോഗിച്ചപ്പോൾ തന്നെ അത് എന്തായി? COOH ഗ്രൂപ്പായി. ഇല്ലേ? ഇതിന്റെ അർത്ഥം അത് ഒരു ആൽഡിഹൈഡ് ഗ്രൂപ്പ് ആണെന്ന് മനസ്സിലായി. പിന്നെ അസിറ്റൈലേഷൻ നടത്തിയപ്പോൾ പെന്റാ അസിറ്റേറ്റ് കിട്ടി. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് 5 OH ഗ്രൂപ്പുകൾ ഉണ്ടെന്ന് മനസ്സിലായി. പിന്നെ നൈട്രിക് ആസിഡ് ഉപയോഗിച്ച് ഓക്സിഡേഷൻ നടത്തിയപ്പോൾ നമുക്ക് സക്കാറിക് ആസിഡ് കിട്ടി. അതിന് കാരണം എന്തായിരിക്കണം? ഒരു പ്രൈമറി കാർബണിലാണ് ഒരു OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക്. ഇനി നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഗ്ലൂക്കോസിന്റെ സ്ട്രക്ചർ ഒന്ന് എഴുതി നോക്കിയാലോ? എന്തൊക്കെ കാര്യങ്ങളാണ്? 6 കാർബൺ ആറ്റവും സ്ട്രെയിറ്റ് ചെയിനിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നു ഇല്ലേ? 1 2 3 4 5 6. പിന്നെന്താണ്? ഒരു കാർബണൈൽ ഗ്രൂപ്പ് ഉണ്ട്. അത് ആൽഡിഹൈഡ് ഫംഗ്ഷണൽ ഗ്രൂപ്പിന്റേതാണ്. അപ്പൊ ഒരു കാർബൺ എന്ന് പറയുന്നത് ആൽഡിഹൈഡ് ആണെന്ന് നമുക്ക് മനസ്സിലായി. പിന്നെന്ത് മനസ്സിലായിരുന്നു? 5 OH ഗ്രൂപ്പുകൾ ഉണ്ട് ഇല്ലേ? 5 കാർബൺ ആറ്റവും ഉണ്ട്. 5 OH ഗ്രൂപ്പുകളിൽ ഒരെണ്ണം എന്ന് പറയുന്നത് പ്രൈമറി ആൽക്കഹോളിക് ഗ്രൂപ്പാണ് ഇല്ലേ? പ്രൈമറി കാർബണുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നതാണ്. അപ്പൊ ഏത് കാർബണിൽ വരും? ആ OH ലാസ്റ്റ് കാർബണിൽ വരും ഇല്ലേ? ഒരു OH ഇട്ടു. ഇനി എത്ര OH ഉണ്ട്? 4 OH ഉണ്ട്. OH 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 OH. ശരിയല്ലേ? ഇതിന്റെ ബാലൻസ് നോക്കിയാൽ കറക്റ്റ് ആണോ എന്ന്? 1 2. ബാക്കി എന്ത് നമ്മള്? CH2. ഈ കാർബണിന് 3 വാലൻസിയായി. ഒരു ഹൈഡ്രജൻ, ഇവിടെയും ഒരു ഹൈഡ്രജൻ, ഇവിടെ ഒരു ഹൈഡ്രജൻ, ഇവിടെ ഒരു ഹൈഡ്രജൻ അല്ലേ? അപ്പൊ എങ്ങനെ നമുക്ക് എഴുതാം? CHO. CHOH എത്ര പ്രാവശ്യം? 4 times. CHOH 4 times. ലാസ്റ്റ് എന്താണ്? CH2OH. ശരിയല്ലേ? 6 കാർബൺ ആറ്റം സ്ട്രെയിറ്റ് ചെയിനിൽ, ഒരു ആൽഡിഹൈഡ് ഫംഗ്ഷണൽ ഗ്രൂപ്പ്, ഒരു പ്രൈമറി ആൽക്കഹോളിക് ഗ്രൂപ്പ്, 5 OH ഗ്രൂപ്പുകൾ. അപ്പൊ ഇതാണ് ഗ്ലൂക്കോസിന്റെ ഓപ്പൺ ചെയിൻ സ്ട്രക്ചർ. ഗ്ലൂക്കോസിന്റെ ഓപ്പൺ ചെയിൻ സ്ട്രക്ചർ നമുക്ക് മനസ്സിലായി ഇല്ലേ? ഇനി എങ്ങനെയാണ് ഈ ഡിഫറെന്റ് OH ഗ്രൂപ്പുകൾ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്? എങ്ങനെയാണ് ഈ ഡിഫറെന്റ് OH ഗ്രൂപ്പുകളുടെ സ്പേഷ്യൽ അറേഞ്ച്മെന്റ്? കറക്റ്റ് ആയിട്ട് OH ഗ്രൂപ്പിന്റെ സ്പേഷ്യൽ അറേഞ്ച്മെന്റ് റെപ്രസെന്റ് ചെയ്തത് ഫിഷർ ആണ്. ഫിഷർ ഈ കാണുന്ന രീതിയിലാണ് OH ഗ്രൂപ്പുകളുടെ അറേഞ്ച്മെന്റ്. ഇതിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും 3rd കാർബൺ ആറ്റത്തിലെ OH ഗ്രൂപ്പ് മാത്രമാണ് ലെഫ്റ്റ് സൈഡിൽ ഉള്ളത് എന്ന്. ഓക്കെ, സ്ട്രക്ചർ എഴുതുമ്പോൾ 3rd കാർബൺ ആറ്റത്തിലെ OH മാത്രമാണ് ലെഫ്റ്റ് സൈഡിലുള്ളത്. ബാക്കി എല്ലാ OHകളും എവിടെയാണ്? റൈറ്റ് സൈഡിലാണ്. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് ഡെക്സ്ട്രോസ് ആണ്. ഡെക്സ്ട്രോ റൊട്ടേറ്ററി ആണ്. അപ്പൊ എങ്ങനെ നമുക്ക് ഗ്ലൂക്കോസിനെ എഴുതാം? പ്ലസ് ഗ്ലൂക്കോസ് അല്ലേ?
ഇനി എന്താണ് ഇതിന്റെ കോൺഫിഗറേഷൻ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചില്ലേ? ഡി ആണോ എൽ ആണോ? നോക്കിയേ, എങ്ങനെയായിരുന്നു കണ്ടുപിടിക്കുന്നത്? CH2OH ഗ്രൂപ്പിന്റെ അഡ്ജസന്റ് നിൽക്കുന്ന അസിമെട്രിക് കാർബൺ ആറ്റത്തിലെ OH ഗ്രൂപ്പ് റൈറ്റ് സൈഡിലാണെങ്കിൽ അത് ഡി കോൺഫിഗറേഷൻ. അപ്പൊ എന്താണ്? ഡി പ്ലസ് ഗ്ലൂക്കോസ്. ഗ്ലൂക്കോസിനെ കറക്റ്റ് ആയിട്ട് നമ്മൾ നെയിം ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും എന്താണ്? ഡി പ്ലസ് ഗ്ലൂക്കോസ് ആണ്. കോൺഫിഗറേഷൻ ഡി ആണ്. ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി ഡെക്സ്ട്രോ റൊട്ടേറ്ററി ആണെന്ന് നമുക്ക് മനസ്സിലാകും. സൈക്ലിക് സ്ട്രക്ചർ ഓഫ് ഗ്ലൂക്കോസ്. നമ്മള് ഗ്ലൂക്കോസിന്റെ ഓപ്പൺ സ്ട്രക്ചർ കണ്ടു ഇല്ലേ? ഓപ്പൺ സ്ട്രക്ചറിൽ ഒരു ഫ്രീ ആൽഡിഹൈഡ് ഗ്രൂപ്പ് ഉണ്ട്, ഒരറ്റത്തൊരു CHO ഗ്രൂപ്പ് നിൽപ്പുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഗ്ലൂക്കോസ് ആൽഡിഹൈഡിന്റെ എല്ലാ ടെസ്റ്റുകളും പോസിറ്റീവായി തരണ്ടേ? പക്ഷെ ചില ടെസ്റ്റുകൾ പോസിറ്റീവായി കാണിക്കാറില്ല. അത് ഏതൊക്കെ ടെസ്റ്റുകളാണെന്ന് നോക്കാം. ആൽഡിഹൈഡിന്റെ ടെസ്റ്റുകളായ ഷിഫ്റ്റ് ടെസ്റ്റ്, 2,4-ഡൈനൈട്രോ ഫിനൈൽ ഹൈഡ്രസീൻ ടെസ്റ്റ്, 2,4-DNP ഡൈനൈട്രോ ഫിനൈൽ ഹൈഡ്രസീൻ ടെസ്റ്റ്. ഈ ടെസ്റ്റുകൾ അത് പോസിറ്റീവായി കാണിക്കുന്നില്ല. അതേപോലെ തന്നെ അത് സോഡിയം ഹൈഡ്രജൻ സൾഫൈറ്റുമായിട്ട് റിയാക്ഷൻ നടത്തുന്നതും ഇല്ല. അപ്പൊ ഇതെല്ലാം നമ്മുടെ ആൽഡിഹൈഡ് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ കാണിക്കേണ്ട പോസിറ്റീവ് ടെസ്റ്റുകൾ ആണ്. അതേപോലെ തന്നെ ഗ്ലൂക്കോസ് പെന്റാ അസറ്റേറ്റ് ഹൈഡ്രോക്സിൽ അമീനുമായി റിയാക്ട് ചെയ്യുന്നതുമില്ല. അപ്പം തൊട്ടു മുന്നേ നമ്മൾ പറഞ്ഞു ഹൈഡ്രോക്സിൽ അമീൻ കാർബണൈൽ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണമായിരുന്നു? റിയാക്ട് ചെയ്യണമായിരുന്നു. പക്ഷെ എന്ത് ചെയ്യുന്നില്ല? റിയാക്ട് ചെയ്യുന്നില്ല. അതേപോലെ തന്നെ നമ്മുടെ ഗ്ലൂക്കോസിന് 2 ക്രിസ്റ്റലൈൻ ഫോമുകളാണുള്ളത്. ആ ക്രിസ്റ്റലൈൻ ഫോമുകളാണ് ആൽഫ ഡി ഗ്ലൂക്കോസും ബീറ്റ ഡി ഗ്ലൂക്കോസും. അപ്പം ഗ്ലൂക്കോസിന്റെ 2 ക്രിസ്റ്റലൈൻ ഫോമുകളാണ് ആൽഫ ഡി ഗ്ലൂക്കോസും ബീറ്റ ഡി ഗ്ലൂക്കോസും. അപ്പൊ ഇതൊന്നും നമ്മുടെ ഈ ഓപ്പൺ സ്ട്രക്ചർ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയതും ഇല്ല. അങ്ങനെയാണ് സൈക്ലിക് സ്ട്രക്ചർ സജസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ എങ്ങനെയാണ് സൈക്ലിക് സ്ട്രക്ചർ ഉണ്ടാകുന്നതെന്ന് നമുക്ക് നോക്കാം. ഈ എഴുതിയിരിക്കുന്നത് ഗ്ലൂക്കോസിന്റെ ഓപ്പൺ ചെയിൻ സ്ട്രക്ചർ ആണ്. ഈ ഓപ്പൺ ചെയിൻ സ്ട്രക്ചറിലെ 5ാമത്തെ കാർബണിലെ OH ഗ്രൂപ്പും ഏതാണ്? 5ാമത്തെ കാർബണിലെ OH ഗ്രൂപ്പും ഈ ആൽഡിഹൈഡ് ഗ്രൂപ്പുമായി കമ്പൈൻ ചെയ്തിട്ടാണ് അതൊരു സൈക്ലിക് ഫോമിലേക്ക് മാറുന്നത്. അപ്പൊ എങ്ങനെയാണ് ഈ OH ഗ്രൂപ്പും ഈ CHO ഗ്രൂപ്പും കൂടി ആഡ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഏത് ഗ്രൂപ്പാണ്? OH ഗ്രൂപ്പാണ്. നമുക്കറിയാം ഓക്സിജന് ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതലും ഹൈഡ്രജന് ഇലക്ട്രോനെഗറ്റിവിറ്റി കുറവുമാണ്. അപ്പൊ ഓക്സിജന് മൈനസ് ചാർജും ഹൈഡ്രജന് പ്ലസ് ചാർജും ലഭിക്കുന്നു ഇല്ലേ? അതേപോലെ തന്നെ CO നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. CO ഗ്രൂപ്പ് എന്ന് പറയുന്ന പോളാറാണ്. എന്തുകൊണ്ടാണ്? ഓക്സിജന് ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതൽ, മൈനസ് ചാർജ്, കാർബണിന് ഇലക്ട്രോനെഗറ്റിവിറ്റി കുറവ്, പോസിറ്റീവ് ചാർജ് ഇല്ലേ? അപ്പൊ നമ്മൾ അതിന്റെ പോളറൈസേഷൻ എഴുതി. എങ്ങനെയാണ് OH ബോണ്ടും CO ബോണ്ടും പോളറൈസ് ചെയ്യുന്നതെന്ന് നമ്മൾ എഴുതി. ഇനി നോക്കിയേ, ഈ H+ എങ്ങോട്ട് വന്ന് ആഡ് ചെയ്തോളും? ഈ ഓക്സിജനിലേക്ക് വന്ന് ആഡ് ചെയ്യും. അപ്പൊ അവിടെ എന്ത് കിട്ടും? കാർബണിൽ എന്ത് കിട്ടുന്നു? OH. എങ്ങനെയാണ്? ഓക്സിജനിലേക്ക് ഈ H+ വന്ന് ആഡ് ചെയ്തു. അപ്പം കാർബണിൽ എന്ത് കിട്ടി? OH കിട്ടി. ഈ ഹൈഡ്രജൻ ഇവിടെ ഉള്ളതാണ്. അപ്പൊ ഇവിടുന്ന് ഹൈഡ്രജൻ പോയി കഴിഞ്ഞാൽ പിന്നെ ആരാണുള്ളത്? O-. ഈ O- എവിടെ ചെന്ന് അറ്റാച്ച് ചെയ്യും? പോസിറ്റീവ് ചാർജ് ഉള്ള കാർബണിലേക്ക്. ഈ ഓക്സിജൻ എന്ത് ചെയ്യുന്നു? പോസിറ്റീവ് ചാർജ് ഉള്ള കാർബണിലേക്ക് അറ്റാച്ച് ചെയ്യുന്നു. അപ്പൊ എന്ത് കിട്ടും? കാർബണിലേക്ക് ആര് വന്നു? 5th കാർബണിലെ ഓക്സിജൻ എന്ത് ചെയ്തിരിക്കുന്നു? അറ്റാച്ച് ചെയ്തിരിക്കുന്നു. അപ്പൊ എങ്ങനെയാണ് സൈക്ലിക് ഫോം വന്നതെന്ന് മനസ്സിലായോ? അതായത് 5ാമത്തെ കാർബണിലെ OH ഗ്രൂപ്പും ആൽഡിഹൈഡ് ഗ്രൂപ്പും തമ്മിലാണ് കമ്പൈൻ ചെയ്യുന്നത്. കാർബണിന് പോസിറ്റീവ് ചാർജ്, ഓക്സിജന് മൈനസ് ചാർജ്. ഇവിടെ O-, H+ എവിടെ ആഡ് ചെയ്യും? ഓക്സിജനിൽ വന്ന് ആഡ് ചെയ്യും. O- എങ്ങോട്ട് കണക്ട് ചെയ്യുന്നു? C+ലേക്ക് കണക്ട് ചെയ്യുന്നു. അങ്ങനെയാണ് സൈക്ലിക് ഫോമുകൾ കിട്ടുന്നത്. ഈ സൈക്ലിക് ഫോമുകളാണ് ഈ സൈക്ലിക് ഫോമുകളുടെ 2 ഐസോമറുകളാണ് ആൽഫ ഗ്ലൂക്കോസും ബീറ്റ ഗ്ലൂക്കോസും എന്ന് പറയുന്നത്. അപ്പം ഈ സ്ട്രക്ചർ കാണിക്കുന്നത് ആൽഫ ഡി ഗ്ലൂക്കോസും ഈ സ്ട്രക്ചർ കാണിക്കുന്നത് ബീറ്റ ഡി ഗ്ലൂക്കോസുമാണ്.
ഇതിന്റെ കോൺഫിഗറേഷൻ നോക്കിയേ, എവിടെയാണ് വ്യത്യാസം? എവിടെയാണ്? ഒന്നാമത്തെ കാർബണിലെ OH ഗ്രൂപ്പിന്റെ കോൺഫിഗറേഷനിലാണ് വ്യത്യാസം വന്നിരിക്കുന്നത്. ബാക്കിയെല്ലാം ഐഡന്റിക്കൽ ആണ്, ഇല്ലേ? എന്താണ് വ്യത്യാസം? OH റൈറ്റ് സൈഡിലാണ് ആൽഫ ഡി ഗ്ലൂക്കോസില്, OH ലെഫ്റ്റ് സൈഡിലാണ് ബീറ്റ ഡി ഗ്ലൂക്കോസ്. അപ്പൊ രണ്ട് ഐസോമറുകളായി മാറുന്നു OHന്റെ കോൺഫിഗറേഷൻ മാറിയതുകൊണ്ട്. അപ്പൊ ഈ ഐസോമറുകൾക്ക് കാരണം ഏത് കാർബണിലെ OH ഗ്രൂപ്പുകളുടെ കോൺഫിഗറേഷൻ മാറിയത് കൊണ്ടാണ്? C1 ഒന്നാമത്തെ കാർബണിലെ OHന്റെ കോൺഫിഗറേഷൻ മാറിയത് കൊണ്ടാണ്. അതുകൊണ്ട് നമ്മള് ഈ ഒന്നാമത്തെ കാർബണിനെ അനോമറിക് കാർബൺ എന്ന് വിളിക്കുന്നു. അനോമറിക് കാർബൺ എന്ന് വിളിക്കുന്നു. ഈ രണ്ട് ഐസോമേഴ്സുകളെ നമ്മൾ അനോമേഴ്സ് എന്നും വിളിക്കുന്നു. അനോമേഴ്സ് എന്നും വിളിക്കുന്നു. അപ്പൊ സൈക്ലിക് സ്ട്രക്ചർ എങ്ങനെയാണ് എന്ന് നമുക്ക് മനസ്സിലായി. എങ്ങനെയാണ് രണ്ട് ഐസോമറുകൾ, രണ്ട് ക്രിസ്റ്റലൈൻ ഫോമുകൾ ഉണ്ടായതെന്നും മനസ്സിലായി. ഇനി ഈ രണ്ട് സൈക്ലിക് സ്ട്രക്ചറുകളും ഈ ഓപ്പൺ ചെയിൻ സ്ട്രക്ചറുമായി ഇക്വിലിബ്രിയത്തിൽ ആയിരിക്കും. അതിന്റെ അർത്ഥം എന്താണ്? ഈ സൈക്ലിക് സ്ട്രക്ചറും ഉണ്ട്, അതേപോലെ തന്നെ ഓപ്പൺ സ്ട്രക്ചറും ഉണ്ട്. രണ്ടും കൂടി എങ്ങനെയായിരിക്കും? ഇക്വിലിബ്രിയത്തിൽ ആയിരിക്കുമെന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് എന്താണ് നമ്മൾ ആദ്യം സ്ട്രക്ചർ പറഞ്ഞപ്പോൾ ചില റിയാക്ഷനുകൾ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിഞ്ഞു. ഓപ്പൺ ചെയിൻ സ്ട്രക്ചർ വെച്ച് ചില റിയാക്ഷനുകൾ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിഞ്ഞു, ഇല്ലേ? ചില റിയാക്ഷനുകൾ നമുക്ക് ഈ സൈക്ലിക് സ്ട്രക്ചർ വെച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിഞ്ഞുള്ളൂ. അതിന്റെ അർത്ഥം എന്താണ്? രണ്ട് ഫോമുകളും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, രണ്ടും എന്തായിരിക്കും? ഇക്വിലിബ്രിയത്തിലാണ് എന്ന് അർത്ഥം. ഇനി നമുക്ക് സൈക്ലിക് സ്ട്രക്ചറിന്റെ കുറച്ച് കാര്യങ്ങളും കൂടി പഠിക്കാം. നമ്മള് ഗ്ലൂക്കോസിന്റെ സൈക്ലിക് സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ആ റിങ്ങിൽ എത്ര കാർബൺ ആറ്റം ഉണ്ട്? 5 കാർബൺ ആറ്റവും ഒരു ഓക്സിജൻ ആറ്റവും ഉണ്ടെന്ന് മനസ്സിലാക്കാം. 5 കാർബൺ ആറ്റവും ഒരു ഓക്സിജൻ ആറ്റവുമാണ് ആ റിങ്ങിലുള്ളത്, അല്ലേ? അങ്ങനെ 5 കാർബൺ ആറ്റവും ഒരു ഓക്സിജൻ ആറ്റവും ഒരു റിങ്ങിലുള്ള കോമ്പൗണ്ട് ആണ് പൈറാൻ. ശരിയല്ലേ? 1 2 3 4 5 5 കാർബൺ ആറ്റവും ഉണ്ട്, ഒരു ഓക്സിജൻ ആറ്റവും ഉണ്ട്, ഇല്ലേ? അതായത് പൈറാനുമായിട്ട് സാമ്യമുള്ളതാണ് ഈ സൈക്ലിക് സ്ട്രക്ചർ. അതുകൊണ്ട് ഈ സൈക്ലിക് സ്ട്രക്ചറുകളെ നമ്മൾ പൈറാനോസ് സ്ട്രക്ചർ എന്ന് വിളിക്കുന്നു. പൈറാനോസ് സ്ട്രക്ചർ, പൈറാനുമായിട്ട് സാമ്യമുള്ളത് കൊണ്ട് മാത്രം. ഓക്കെ, ഇനി നമുക്ക് ഈ സൈക്ലിക് സ്ട്രക്ചറുകളെ ഒന്നും കൂടി കറക്റ്റ് ആയിട്ട് ഹാവർത്ത് സ്ട്രക്ചർ ഉപയോഗിച്ച് എഴുതാവുന്നതാണ്. എന്താണ് അതിന്റെ പേര്? ഹാവർത്ത് സ്ട്രക്ചർ. എങ്ങനെയാണ് ഹാവർത്ത് സ്ട്രക്ചർ എഴുതുന്നതെന്ന് നോക്കാം. അതായത് റിങ്ങിൽ 5 കാർബൺ ആറ്റവും ഒരു ഓക്സിജൻ ആറ്റവുമാണ് ഉള്ളത്. നമ്മൾ എന്ത് വരയ്ക്കുന്നു? ഒരു ഓക്സിജൻ ആറ്റവും 5 കാർബൺ ആറ്റവുമുള്ള ഒരു റിങ് വരയ്ക്കുന്നു. ഓക്സിജൻ ഫസ്റ്റ് കാർബൺ, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, ഇല്ലേ? ഇനി ഈ കാർബണുകളില് ആരൊക്കെയാണ്, ഏതൊക്കെ ഗ്രൂപ്പുകളായിട്ടാണ് അത് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്, എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? നമ്മൾ ലെഫ്റ്റ് സൈഡിൽ വരുന്ന ആറ്റം അല്ലെങ്കിൽ ഗ്രൂപ്പിനെ എപ്പോഴും മുകളിലേക്ക് എഴുതുക. ലെഫ്റ്റ് സൈഡിൽ വരുന്ന ആറ്റത്തിനെ അല്ലെങ്കിൽ ഗ്രൂപ്പിനെ എവിടെ എഴുതണം? മുകളിൽ എഴുതണം. റൈറ്റ് സൈഡിൽ വരുന്നതിനെ എപ്പോഴും താഴെയും എഴുതണം. എങ്ങനെയാണ്? നമ്മള് ഒരു ഓക്സിജനും 5 കാർബൺ ആറ്റവുമുള്ള ഒരു റിങ് വരയ്ക്കുക, ഇല്ലേ? ഇനി എന്ത് ചെയ്യണം? ഓരോ കാർബണിലും അറ്റാച്ച് ചെയ്തിരിക്കുന്നവരെ നമുക്ക് റെപ്രസെന്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒരു ഗ്രൂപ്പിനെ മുകളിലേക്കും ഒന്നിനെ താഴേക്കുമാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഈ മുകളിലേക്ക് ആരെയാണ് എഴുതുന്നത്, താഴേക്ക് ആരെയാണ് എഴുതുന്നത് എന്ന് നോക്കാം. മുകളിലേക്ക് എഴുതുന്നത് എപ്പോഴും ലെഫ്റ്റ് സൈഡിൽ നിൽക്കുന്ന ആളുകളെ ആയിരിക്കണം. അപ്പൊ മുകളിലെ ഒന്നാമത്തെ കാർബണിൽ ആരാണ് മുകളിൽ? ഹൈഡ്രജൻ. താഴെ ആരാണ്? അടുത്ത് നോക്കിയേ, രണ്ടാമത്തെ കാർബണിൽ മുകളിൽ ആരെയാണ്? ഹൈഡ്രജൻ. താഴെ ആര് വരും? OH. കണ്ടോ? അടുത്ത മൂന്നാമത്തെ കാർബൺ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. മൂന്നാമത്തെ കാർബണിൽ മുകളിൽ OH, താഴെ ഹൈഡ്രജൻ. നാലാമത്തെ കാർബണിൽ മുകളിൽ ഹൈഡ്രജൻ, താഴെ OH.
അഞ്ചാമത്തെ കാർബണിൽ എങ്ങനെയാണ് CH2 ഗ്രൂപ്പ്, താഴെ എന്താണ് H. ഓക്കെ, അപ്പം ഇതാണ് എന്തെന്ന് പറയുന്നത് ആൽഫ ഡി പ്ലസ് ഗ്ലൂക്കോസ്. ഇതേ രീതിയിൽ നമുക്ക് ബീറ്റ ഡി പ്ലസ് ഗ്ലൂക്കോസും എഴുതാവുന്നതാണ്. ആദ്യം 5 കാർബണും ഒരു ഓക്സിജനുമുള്ള റിങ് വരയ്ക്കുക. കാർബണിനെ നമ്പർ ചെയ്യുക, 1 2 3 4 5 എന്ന് നമ്പർ ചെയ്യുക. ലെഫ്റ്റ് സൈഡിലുള്ള ഗ്രൂപ്പുകളെ മുകളിലേക്കും റൈറ്റ് സൈഡിലുള്ളതിനെ താഴേക്കുമായി അറേഞ്ച് ചെയ്യുക. നമുക്ക് എന്ത് കിട്ടിക്കോളും? ഹാവർട്ട് സ്ട്രക്ചർ കിട്ടിക്കോളും. ഈ സ്ട്രക്ചറിനേക്കാളും കുറച്ചുകൂടി ക്ലാരിറ്റി ഉള്ളതാണ് ഈ ഹാവർട്ട് സ്ട്രക്ചർ. നമ്മൾ പറഞ്ഞു ഈ ഗ്ലൂക്കോസിന്റെ സൈക്ലിക് സ്ട്രക്ചറിന് പൈറാനുമായി സിമിലാരിറ്റി ഉള്ളതുകൊണ്ട്, പൈറാന്റെ സ്ട്രക്ചറുമായിട്ട് സിമിലാരിറ്റി ഉള്ളതുകൊണ്ട് നമ്മൾ ഈ സൈക്ലിക് സ്ട്രക്ചറിനെ പൈറാനോസ് സ്ട്രക്ചർ എന്ന് വിളിക്കുന്നു, ഇല്ലേ? അതായത് ഈ ആൽഫ ഡി ഗ്ലൂക്കോസിനെ നമുക്ക് ആൽഫ ഡി ഗ്ലൂക്കോ പൈറാനോസ് എന്നും ബീറ്റ ഡി ഗ്ലൂക്കോസിനെ ബീറ്റ ഡി ഗ്ലൂക്കോ പൈറാനോസ് എന്നും വിളിക്കുന്നു. എന്താണ് കാരണം? ഈ സൈക്ലിക് സ്ട്രക്ചറിന് പൈറാന്റെ സ്ട്രക്ചറുമായിട്ട് എന്തുണ്ട്? സിമിലാരിറ്റി ഉണ്ട്. നെക്സ്റ്റ് ടോപ്പിക്, സ്ട്രക്ചർ ഓഫ് ഫ്രക്ടോസ്. ഫ്രക്ടോസ് മോളിക്കുലാർ ഫോർമുല ഓഫ് ഫ്രക്ടോസ് ഈസ് C6H12O6. ഗ്ലൂക്കോസിന്റെ അതേ മോളിക്കുലർ ഫോർമുലയാണ് ആർക്കുള്ളത്? ഫ്രക്ടോസിന് ഉള്ളത്. ഫ്രക്ടോസിന് ഗ്ലൂക്കോസിനെ പോലെ ഓപ്പൺ ചെയിൻ സ്ട്രക്ചറുമുണ്ട്, സൈക്ലിക് സ്ട്രക്ചറുമുണ്ട്. ഓപ്പൺ ചെയിൻ സ്ട്രക്ചറാണ് ഈ എഴുതിയിരിക്കുന്നത്. അതായത് അതിന്റെ റിയാക്ഷനുകളുടെ ബേസിസിലാണ് ഈ ഓപ്പൺ സ്ട്രക്ചർ എഴുതിയിരിക്കുന്നത്. ഇത് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും 6 കാർബൺ ആറ്റങ്ങളും സ്ട്രേറ്റ് ചെയിൻ ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നു. ഇതിൽ രണ്ടാമത്തെ കാർബൺ എന്ന് പറയുന്നത് ഒരു കീറ്റോൺ ആണ്, ഇല്ലേ? അപ്പം ഗ്ലൂക്കോസിലെ ഫങ്ഷണൽ ഗ്രൂപ്പ് ആൽഡിഹൈഡ് ആയിരുന്നു, ഫ്രക്ടോസിലേത് കീറ്റോണും ആണ്. അപ്പൊ ഇതാണ് അതിന്റെ ഓപ്പൺ സ്ട്രക്ചർ. ഫ്രക്ടോസിനെ നമുക്ക് ഡി മൈനസ് ഫ്രക്ടോസ് എന്ന് വിളിക്കാം. എന്താണ് മൈനസ്? ലീവോ റൊട്ടേറ്ററി. ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി ആണ്, ലീവോ റൊട്ടേറ്ററി ആണ്. ഡി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അതിന്റെ കോൺഫിഗറേഷൻ നോക്കിയാൽ മനസ്സിലാകുന്നതാണ്. ഡി കോൺഫിഗറേഷൻ ആണ് ഫ്രക്ടോസിന് ഉള്ളത്. ഇനി അതിന്റെ സൈക്ലിക് സ്ട്രക്ചറിലേക്ക് പോകാം. എങ്ങനെയാണ് സൈക്ലിക് സ്ട്രക്ചർ ഉണ്ടായത് എന്ന് നമുക്ക് നോക്കാം. ഇതാണ് അതിന്റെ ഓപ്പൺ ചെയിൻ സ്ട്രക്ചർ. ഈ ഓപ്പൺ ചെയിൻ സ്ട്രക്ചറിലെ രണ്ടാമത്തെ കാർബൺ എന്ന് പറയുന്നത് CO ആണ്. ഈ COയും അഞ്ചാമത്തെ കാർബണിലെ OH ഗ്രൂപ്പും കൂടി ചേർന്നിട്ടാണ് സൈക്ലിക് സ്ട്രക്ചർ ഉണ്ടായിരിക്കുന്നത്. അത് നമുക്കറിയാം. O-C+, O-H+. ഇനി പറഞ്ഞോളൂ, എങ്ങനെയാണ്? H+ എവിടെ ജോയിൻ ചെയ്യും? ഓയിലേട്ട് പോകുന്നു, ഇല്ലേ? അതായത് രണ്ടാമത്തെ കാർബണാണിത്. അതില് ഒന്നാമത്തെ കാർബൺ എങ്ങനെയാണ്? ഏത് ഗ്രൂപ്പായിട്ടാണ്? CH2OH ഓൾറെഡി ഇവിടെ ഉണ്ട്. ആ കാർബണിൽ, രണ്ടാമത്തെ കാർബണിൽ ഓക്സിജൻ ഉണ്ട്. ഈ ഓക്സിജനിലേക്ക് ആര് പോകുന്നു? ഹൈഡ്രജൻ പോയി OH ആയി മാറുന്നു. ഇനി എന്താണ്? ഈ O- C+ഉം കൂടിയാണ് എന്ത് ചെയ്യുന്നത്? കമ്പൈൻ ചെയ്യുന്നത്. ഈ C+ ഈ ഓക്സിജനും കൂടി കമ്പൈൻ ചെയ്യുന്നു. അങ്ങനെ അത് എന്തായിട്ട് മാറുന്നു? റിംഗ് ആയിട്ട് മാറുന്നു, ഇല്ലേ? അതായത് ഫ്രക്ടോസിന് 2 ഫോമുകളുണ്ട്. ആൽഫ ഫോമും ഉണ്ട്, ബീറ്റ ഫോമും ഉണ്ട്. രണ്ട് സൈക്ലിക് സ്ട്രക്ചറുകളാണ് എഴുതിയിരിക്കുന്നത്. ഇത് ആൽഫയും ഇത് ബീറ്റയുമാണ്. ആൽഫയുടെ പ്രത്യേകത എന്തായിരിക്കും? OH ഗ്രൂപ്പ്, രണ്ടാമത്തെ കാർബണിലെ OH ഗ്രൂപ്പ് റൈറ്റിലാണ്. ബീറ്റയില് രണ്ടാമത്തെ കാർബണിലെ OH ഗ്രൂപ്പ് എന്ന് പറയുന്നത് ലെഫ്റ്റിലാണ്. ഇത് രണ്ടും, ഈ 2 സ്ട്രക്ചറുകളും എന്താണ്? നമ്മുടെ ഫ്രക്ടോസിന്റെ അനോമറിക് സ്ട്രക്ചറുകൾ ആണ്, അനോമേഴ്സ് ആണ് എന്ന് അർത്ഥം. ഇനി നമുക്ക് നോക്കാം. ഈ റിംഗിലേക്ക് നോക്കിയാൽ ആ റിംഗിൽ ഒരു ഓക്സിജനും 1 2 3 4 4 കാർബണുമായിട്ടാണ് ഉള്ളത്. അതായത് ആ റിംഗില് 4 കാർബണും ഒരു ഓക്സിജനുമാണ് ഉള്ളത്. ഇതേപോലെ സ്ട്രക്ചറുള്ള ഒരു കോമ്പൗണ്ടാണ് ഫ്യൂറാൻ. ഫ്യൂറാൻ എന്ന് വെച്ചാൽ 5 മെമ്പേർഡ് റിംഗ് ആണ്. ഒരു മെമ്പർ ഓക്സിജനും ബാക്കി 4 എണ്ണം കാർബണുമാണ്, ഇല്ലേ? നമ്മുടെ ഫ്രക്ടോസിലേതുപോലെ തന്നെ ഒരു ഓക്സിജനും 4 കാർബണുമുള്ള ഒരു 5 മെമ്പേർഡ് റിംഗ് ആണ്. അപ്പൊ ഈ ഫ്യൂറാനുമായി ഈ സ്ട്രക്ചറിന്, ഈ സൈക്ലിക് സ്ട്രക്ചറിന് സിമിലാരിറ്റി ഉള്ളതുകൊണ്ട്
ഈ സൈക്ലിക് സ്ട്രക്ചറിനെ നമ്മൾ ഫ്യൂറാനോസ് എന്ന് വിളിക്കുന്നു. ഫ്യൂറാനോസ്. അപ്പൊ ഇതിനെ നമ്മൾക്ക് ആൽഫ ഡി മൈനസ് ഫ്രക്ടോ ഫ്യൂറാനോസ് എന്നും ഇതിനെ ബീറ്റ ഡി മൈനസ് ഫ്രക്ടോ ഫ്യൂറാനോസ് എന്നും വിളിക്കാം. ഫ്യൂറാനോസ് സ്ട്രക്ചർ. ഫ്യൂറാനുമായിട്ട് സ്ട്രക്ചറിൽ സിമിലാരിറ്റി ഉള്ളതുകൊണ്ട്. ഇനി നമുക്ക് ഫ്രക്ടോസിന്റെ ഹാമർ സ്ട്രക്ചർ ഒന്ന് എഴുതി നോക്കാം, ഇല്ലേ? ഫ്രക്ടോസ് എത്ര മെമ്പർ ഉള്ള റിംഗ് ആണ്? 5 മെമ്പേർഡ് റിംഗ്, ഇല്ലേ? ഒരു ഓക്സിജനും 4 കാർബണുമുള്ള റിംഗ് ആണ്. അപ്പൊ നമുക്ക് വരയ്ക്കാം. ഒരു ഓക്സിജനും 4 കാർബൺ ആറ്റവും ഉള്ള ഒരു റിംഗ് വരച്ചു. പിന്നെന്താണ് ചെയ്യേണ്ടത്? ഓരോ കാർബൺ ആറ്റത്തിലും അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഗ്രൂപ്പുകളെ നമുക്ക് റെപ്രസെന്റ് ചെയ്യണം. അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ നോക്കിയേ, സെക്കൻഡ് കാർബൺ ആറ്റത്തിലാണ് ഒരു CH2OH ഉം ഒരു OH ഗ്രൂപ്പും അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതിനെ നമുക്ക് സെക്കൻഡ് കാർബൺ എന്ന് നമ്പർ ഇടാം. അപ്പൊ സെക്കൻഡ് കാർബണിലാണ് CH2OH ഗ്രൂപ്പ്. ഇതെന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡിലാണ്, അതുകൊണ്ട് നമുക്ക് അതിനെ മുകളിലായി എഴുതാം. റൈറ്റ് സൈഡിൽ OH ഗ്രൂപ്പ് ആണ്, അതിനെ താഴെയായും എഴുതാം. ഇനി മൂന്നാമത്തെ കാർബണിലേക്ക് നോക്കൂ. ലെഫ്റ്റ് സൈഡിൽ OH, മുകളിൽ OH, റൈറ്റ് സൈഡിൽ H, താഴെ H. ഫോർത്ത് കാർബണിൽ മുകളിൽ H, താഴെ OH. ഫിഫ്ത്ത് കാർബണിൽ നോക്കൂ, ആരൊക്കെയുണ്ട്? CH2OH ഗ്രൂപ്പും ഉണ്ട്, ഹൈഡ്രജനും ഉണ്ട്. അപ്പൊ ഈ ആൽഫ ഫോമിന്റെ ഹാവർ സ്ട്രക്ചർ ആണിത്. ഇതേ രീതിയിൽ നമുക്ക് ബീറ്റ ഡി മൈനസ് ഫ്രക്ടോ ഫ്യൂറാനോസിന്റെ ഹാവർ സ്ട്രക്ചർ നമുക്ക് എഴുതാവുന്നത് ആണ്. അപ്പൊ ഇന്ന് നമ്മൾ സ്ട്രക്ചർ ഓഫ് ഗ്ലൂക്കോസും സ്ട്രക്ചർ ഓഫ് ഫ്രക്ടോസും ആണ് പഠിച്ചത്. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്.